പണത്തിനു വേണ്ടി 6 വയസ്സുകാരിയായ മകളെ ദുർമന്ത്രവാദിനിക്ക് വിറ്റ അമ്മ കുറ്റക്കാരിയെന്ന് ദക്ഷിണാഫ്രിക്കൻ കോടതി. കോപ്പ് ടൗണിനടുത്താണ് സംഭവം നടന്നത്. ജോഷ്ലിൻ സ്മിത്തിന്റെ തിരോധാനത്തിന് 1 വർഷം പിന്നിടുമ്പോൾ ആണ് അമ്മയും ആൺസുഹൃത്തും അടക്കം 3 പേർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. ജോഷ്ലിന്റെ നീലക്കണ്ണുകളാണ് ദുർമന്ത്രവാദിനിക്ക് വേണ്ടിയിരുന്നതെന്നാണ് അയൽവാസിയുടെ മൊഴി. കേപ്പ് ടൗണിനടുത്തുള്ള സൽദാൻഹ തീരത്തെ വീടിന് മുന്നിൽ 2024 ഫെബ്രുവരിയിലാണ് ജോഷ്ലിൻ സ്മിത്ത് എന്ന 6 വയസ്സുകാരിയെ അവസാനമായി അയൽക്കാർ കാണുന്നത്. രാജ്യവ്യാപകമായി തെരച്ചിൽ നടന്നെങ്കിലും വൻതുകകൾ പാരിതോഷികമായി പ്രഖ്യാപിക്കപ്പെട്ടെങ്കിലും ജോഷ്ലിൻ ഇതുവരെ മടങ്ങിയെത്തിയില്ല. മകളെവിടെ എന്ന അയൽവാസിയുടെ ചോദ്യത്തിന് ഞാനവളെ ഒരു മന്ത്രവാദിനിക്ക് വിറ്റുവെന്ന് പറഞ്ഞു അമ്മ റാക്കൽ സ്മിത്ത്. അവളിപ്പോൾ ഒരു കപ്പലിലെ കണ്ടെയ്നറിനകത്ത് പശ്ചിമാഫ്രിക്കയിലേക്ക് പോകുന്നുണ്ടാകുമെന്നാണ് അവർ മറ്റൊരാളോട് പറഞ്ഞത്. നാടൊടുക്കം ജോഷ്ലിനെ തെരയുമ്പോൾ ഒരു കുലുക്കവുമില്ലാതിരുന്ന അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിചാരണക്കൊടുവിൽ റാക്കൽ സ്മിത്ത്, ആൺസുഹൃത്ത് ജാക്വൻ അപ്പോളിസ്, കൂട്ടാളിയായ സ്റ്റീവാനോ വാൻഡ്രൈൻ എന്നിവർ കുറ്റക്കാരെന്ന് കണ്ടെത്തി ദക്ഷിണാഫ്രിക്കൻ കോടതി. ഇവർക്കെതിരെ തട്ടിക്കൊണ്ടുപോകൽ, മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത്. ലഹരിക്കടിമയായ റാക്വൽ തന്റെ 3 കുട്ടികളെയും 20,000 ആഫ്രിക്കൻ റാൻഡിന് വിൽക്കാൻ പദ്ധതിയിടുന്നത് താൻ നേരിട്ട് കേട്ടിട്ടുണ്ടെന്ന് പ്രദേശത്തെ ഒരു പാസ്റ്റർ മൊഴി നൽകി. 5,000 റാൻഡ് അഡ്വാൻസായി തന്നാൽ കുട്ടികളെ കൈമാറാമെന്ന് റാക്വൽ പലരോടും പറഞ്ഞതായി പിന്നീട് മാപ്പുസാക്ഷിയായ കൂട്ടുപ്രതി സ്റ്റീവാനോ വാൻഡ്രൈൻ പോലീസിനോട് പറഞ്ഞു. ജോഷ്ലിന് എന്ത് സംഭവിച്ചുവെന്നത് ഇപ്പോഴും അജ്ഞാതമായിരിക്കെ ഈ സാഹചര്യ തെളിവുകളാണ് പ്രതികളെ കുടുക്കിയത്. ജോഷ്ലിന്റെ നീലക്കണ്ണുകൾക്കും തിളങ്ങുന്ന ഇളം തവിട്ടു നിറമുള്ള ചർമ്മത്തിനും വേണ്ടിയാണ് സാങ്കോമ എന്നറിയപ്പെടുന്ന പരമ്പരാഗത വൈദ്യരിലൊരാൾ കുട്ടിയെ റാക്വലിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതെന്ന മൊഴിയാണ് കേസിൽ ഏറ്റവും ഞെട്ടിക്കുന്നത്. രോഗശുശ്രൂഷകൾ ചെയ്തുവരുന്ന ഈ വിഭാഗം രോഗശാന്തിക്കായി മനുഷ്യരുടേതടക്കം അവയവങ്ങൾ പൂജിച്ച് നൽകാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.